തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പെട്ടെന്ന് തീരുമാനിച്ച്, അതായത് ഒരു പ്രീ പ്ലാനും ഇല്ലാതെ എങ്ങനെ പോവാം പറഞ്ഞുതരാം. സ്റ്റേഷനിലൊക്കെ പണി നടക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പിന്നെ കുഴപ്പമില്ല, നമ്മൾ അമ്പലത്തിലെത്തുമ്പോൾ ഇതൊക്കെ അങ്ങ് മറന്നു പോകും. ഏറ്റവും പിന്നിലെ കോച്ചിലായതുകൊണ്ട് തന്നെ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കണം. നടന്ന് നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ കുറേ ഓട്ടോ ചേട്ടന്മാർ കാണും. നിങ്ങൾ അതിലൊന്നും കയറേണ്ട കാര്യമില്ല, അതായത് ഒറ്റയ്ക്കാണെങ്കിൽ കയറേണ്ട കാര്യമില്ല. കിഴക്കേ നടയിലോട്ട് വച്ച് നടന്നാൽ മതി. എനിക്ക് തോന്നുന്നു ഒരു 700 മീറ്ററൊക്കെ അവിടെ നിന്നുണ്ടാവുള്ളൂ. ഇതാണ് മഞ്ജുലാൽ. ഇതിനെക്കുറിച്ച് ഐതിഹ്യം അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക. ഇല്ലാത്തവരൊക്കെ ഞാൻ അടുത്ത വീഡിയോ ചെയ്തുതരാം. ഇതിപ്പോൾ പുതിയ സ്റ്റാച്ചു ആണ്. ഇതുവഴി തന്നെ നേരെ നടന്നു പോയാൽ നമുക്ക് കിഴക്കേ നടയിലോട്ട് പോകും. ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ അവിടുത്തെ ഫുട്പാത്തെല്ലാം. എപ്പോൾ ചെന്നാലും നല്ല ക്ലീനാണ്. ദൂരെ കാണുന്നതാണ് കിഴക്കേ നട. ഇതാണ് ഒരു പ്രധാന കവാടം ശരിക്കും. അമ്പലത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്താറായി. ഇപ്പോൾ അകത്തേക്ക് നമ്മൾ കയറുന്നില്ല. ഇതാണ് മെയിൻ കവാടം, കിഴക്കേ നട. കുറേ പേര് തൊഴുതിട്ട് പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് മാറ്ററിലേക്ക് വരാം. മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉണ്ട് ഇവിടെ. അത് നമുക്ക് ഏത് വലിയ വണ്ടി ആയാലും നമുക്കിവിടെ സുഖമായിട്ട് പാർക്ക് ചെയ്യാം. അതിൻ്റെ തൊട്ടടുത്താണ് ഞാൻ പോകുന്ന ഡോർമെട്രിയാണ്. ഇവിടെ നമുക്ക് ഫ്രഷപ്പ് ആവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഡയറക്റ്റ് നടത്തുന്നതാണ്. ജസ്റ്റ് 30 രൂപയുള്ളൂ നമുക്ക് ഫ്രഷ് ആവാൻ. ഞാൻ ഫ്രഷ് ആയിട്ടുണ്ട്. ഫ്രഷായി ഇനി അമ്പലത്തിലേക്ക് പോകണം. ബാക്കി അമ്പലത്തിലെ വിശേഷങ്ങളും ട്രെയിൻ ഫെയറും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ബൈ.